നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിക്കും. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ നാടകോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലം പഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചെറിയ ചെറിയ വരുമാനം ഉണ്ടാകുന്ന തരത്തിൽ അവർക്ക് ഒത്തിരി തൊഴിൽ പരിശീലനങ്ങൾ അവിടെ നൽകുന്നുണ്ട്. പുസ്തകം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പേന, സാനിറ്റൈസർ, സോപ്പ് പൊടി അങ്ങനെയുള്ള വിവിധ കുട്ടികൾക്ക് പറ്റുന്ന തരത്തിലുള്ള പരിശീലനങ്ങൾ അവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അഡാപ്റ്റ്. ഞാൻ എൻ്റെ ആറാടിലാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. അവിടെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ കുട്ടികളെ നല്ല രീതിയിൽ പരിശീലനം, കുട്ടികളെ മാത്രമല്ല വീട്ടിലുള്ള അമ്മമാരെയും നമുക്ക് തൊഴിൽ, അതായത് കമ്പ്യൂട്ടർ പരിശീലനം, അതുപോലെ തന്നെ നമുക്ക് തയ്യൽ പരിശീലനം, അതുപോലെ അങ്ങനെ വേറിട്ട ഒത്തിരി പ്രവർത്തനങ്ങൾ അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാർലം പഞ്ചായത്തിലുള്ള ഭാഗ്യവാന്മാരാണ്. നമുക്ക് അധികം സ്ഥലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് തന്നെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. പാർലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ബഡ്സ് സ്കൂള് പാർലം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമ്മുടെ മക്കളെ വിവിധ തരത്തിൽ മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന 60ൽ മേലെ കുട്ടികൾ ഉള്ള ഒരു ബഡ്സ് സ്കൂളാണ്. അവിടെ നല്ല രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത്. അവിടെ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകി നമ്മുടെ മക്കളുടെ ബുദ്ധിപരവും ആരോഗ്യപരവും അവരുടെ ശാരീരികവുമായ എല്ലാ വൈകല്യങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പ്രമോദ്, ജെയിംസ് പി പോൾ, വിദ്യാനന്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറി ജോസഫ്, അംഗം അനിത മണി, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, അനിത പ്രസന്നൻ, സ്മിനു മുകേഷ് എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 2 വ്യാഴാഴ്ച രാവിലെ നൃത്ത സംഗീതോത്സവം അരങ്ങേറും. ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിക്കും.
സിനിമ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയാകും. തുടർന്ന് കർണാടിക് മ്യൂസിക്, വീണ കച്ചേരി, മോഹിനിയാട്ടം, ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, വൈകിട്ട് മോഹിനിയാട്ടം എന്നിവ അരങ്ങേറും. 3 വെള്ളിയാഴ്ച രാവിലെ മോഹിനിയാട്ടം, ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ്, 4 ശനിയാഴ്ച രാവിലെ 8 മുതൽ സംഗീത കച്ചേരി, വൈകിട്ട് 6 മെഗാ റാപ്പ് മ്യൂസിക് നൈറ്റ് നടക്കും. 5 ഞായറാഴ്ച വൈകിട്ട് 6 ആദരണീയ സന്ധ്യ. മണപ്പുറം ഗ്രൂപ്പ് മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ, ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാർ, സിനിമാ താരം നന്ദു, ഡോക്ടർ KS പീതാംബരൻ, ഫാദർ ഡേവിസ് ചിറമൽ എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തുടർന്ന് AR റഹ്മാന്റെ ശിഷ്യൻ നരേഷ് അയ്യർ നേതൃത്വം നൽകുന്ന സംഗീത നിശ. 6 തിങ്കൾ 7 ചൊവ്വ രാവിലെ മുതലും സംഗീതോത്സവം തുടരും. 8 ബുധനാഴ്ച രാവിലെ മുതൽ സംഗീതോത്സവം. വൈകിട്ട് 6 മണിക്ക് മെഗാ മോഹിനിയാട്ടം. 9 വ്യാഴാഴ്ച രാവിലെ 7 തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക കാവടി പുറപ്പെടും. ശിങ്കാരിമേളം, പഞ്ചവാദ്യം, നിലക്കാവടി, കൊട്ടക്കാവടി, ചിന്തുപാട്ട് എന്നിവയുണ്ടാകും. നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവർക്ക് അനുമോദനവും നൽകും. സിനിമാ സീരിയൽ താരങ്ങളായ ആര്യ, പ്രദീപ് ചന്ദ്രൻ, സിബിൻ എന്നിവർ പങ്കെടുക്കും. രാത്രി 9 വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. 10 വെള്ളിയാഴ്ച രാവിലെ പത്മക്കളത്തിൽ പൂജ ആരംഭിക്കും. ഉച്ചയ്ക്ക് പത്മക്കളത്തിൽ നൃത്തം. വൈകിട്ട് ഡബിൾ തായമ്പക. രാത്രി 9 ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. സിനിമാ താരം പത്മശ്രീ ജയറാമിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം. തുടർന്ന് അരയന്ന നൃത്തം. 11 ശനിയാഴ്ച രാവിലെ സോപാന സംഗീതം. തുടർന്ന് രൂപക്കളം തൊഴൽ. സൈജു കാനാടി, സുധീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിറവള്ളാട്ട് മഹോത്സവം 2025 ജനുവരി 1 മുതൽ 11 വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അത് വിപുലമായ പരിപാടികളോടും കൂടിവട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം ജനുവരി 2-ാം തീയതിയാണ് നൃത്ത സംഗീതോത്സവം ആരംഭം. നൃത്ത സംഗീതോത്സവത്തിൽ അന്നത്തെ ദിവസം ഉദ്ഘാടനം ഡോക്ടർ വിഷ്ണുമായ സ്വാമി ഭദ്രവം തെളിച്ച് ഉദ്ഘാടനം ചെയ്യും. അന്ന് മുഖ്യാതിഥിയായിട്ട് സീരിയൽ സിനിമാ താരം ശ്രീലക്ഷ്മി പങ്കെടുക്കും. അതുപോലെ തന്നെ 3-ാം ദിവസം തിറവള്ളാട്ട് മഹോത്സവത്തിൻ്റെ 3-ാം സംഗീതോത്സവം തുടരും. വൈകിട്ട് 8 മണിക്ക് ഫങ്കി ബാൻഡിൻ്റെ വലിയൊരു ഷോ ഉണ്ട്. അതുപോലെ തന്നെ 4-ാം തീയതിയും സംഗീതോത്സവം തുടരും. 4-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മാജിക് റാപ്പ് എന്നുകൊണ്ട് വലിയൊരു പരിപാടി മ്യൂസിക് നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ യുവാക്കൾക്കും നാട്ടിലെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിൽ പ്രസിദ്ധരായ ആൾക്കാരെ പങ്കെടുക്കുന്നു. MHR, MC കൂപ്പർ, ബേബി ജാൻ, SA എന്നുള്ളവരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി. അത് വൈകിട്ട് 6 മണിക്ക് തുടങ്ങും. ഈ വർഷം കാനാടിക്കാവിൻ്റെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കാനാടിക്കാവ് സ്വാന്തനം പദ്ധതിയാണ്. താന്യം പഞ്ചായത്തിലെ എല്ലാ നിർധനരായ കിഡ്നി ക്യാൻസർ പേഷ്യൻസിന് എല്ലാ മാസവും കാനാടിക്കാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഒരു ഭക്ഷ്യക്കിറ്റ് എല്ലാ മാസവും. അപ്പോൾ അതിൻ്റെ ഒരു ഈ വർഷം തൊട്ട് അത് തുടക്കം കുറിക്കുകയാണ്. പിന്നെ മറ്റു ചാരിറ്റികൾ ഉള്ള മറ്റു കിഡ്നി സംഘടനകൾക്കുള്ള ഫണ്ടുകൾ, അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്കുള്ള ഫണ്ടുകൾ, അതൊക്കെ ഈ നമ്മളെ 5-ാം തീയതിയിലത്തെ ഫംഗ്ഷനിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും. ചാടൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 5 ദിവസമായി നടന്നു വന്നിരുന്ന നാടകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കാരണം നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന വേദികൾ വളരെ കുറവാണ്. പഴയകാലത്ത് നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ ആഘോഷരാവുകളിലുമൊക്കെ ഒരുപാട് കാണികൾ കാത്തിരുന്ന് പുലർച്ചയോളം അങ്ങനെ ഇരുന്ന് നാടകം കാണുന്നൊരു ശീലം നമുക്കുണ്ടായി. ഇന്നിപ്പോൾ ആ ശീലങ്ങളിൽ നിന്ന് പോയി. ഇങ്ങനെ സംഘടിപ്പിക്കണം എന്നാൽ മാത്രമാണ് ആളുകൾ എത്തുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ കൊടകരയിൽ കഴിഞ്ഞ 3 ദിവസമായി ദീപൻ ശിവരാമൻ്റെ ഉബറോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അവസാന ദിവസമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, നമുക്ക് അടുത്ത കാലത്ത് നമ്മൾ പുറകോട്ട് പോയാൽ ചില നന്മകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കേരളം അതിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ, അതിൻ്റെ രാഷ്ട്രീയ പുരോഗതിയിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിലും രാഷ്ട്രീയ മാറ്റത്തിലുമെല്ലാം ഏറെ പങ്കുവഹിച്ച ഒന്നാണ് കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാം.
സമാപന ദിവസമായ തിങ്കളാഴ്ച ആലപ്പുഴ ജയചന്ദ്രൻ തകഴിക്കാരൻ അവതരിപ്പിച്ച ജോസഫിന്റെ റേഡിയോ, പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത മഹാരസികൻ ക്ലബ്ബ് വല്ലച്ചിറ അവതരിപ്പിച്ച നവരാഷ്ട്ര കഥ എന്നീ നാടകങ്ങൾ അരങ്ങേറി. ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുന്ന 2 നാടകങ്ങളും കാണികൾക്ക് പ്രിയപ്പെട്ടതായി. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിലുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ കാണാനായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് കുറവെന്നല്ല ഞാൻ പറയുന്നെങ്കിലും നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പോലെ അത്ര താല്പര്യത്തോടു കൂടി നാടകത്തെ കാണാൻ തയ്യാറാകുന്നില്ല എന്ന സ്ഥിതിയുണ്ട്. നാടകത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹചര്യത്തിലേക്ക് മുതിരുന്നില്ല. തീർച്ചയായും നമുക്ക് ഇത്തരമൊരു സാംസ്കാരിക ഇടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ആ സാംസ്കാരിക ഇടങ്ങളിലൂടെ നമ്മുടെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും തെറ്റായ രീതിയിൽ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന വർഗീയതയുടെയും അതുപോലെ തന്നെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെയും ഇടയിലേക്ക് ആളുകൾ തിങ്ങി പോകുന്നു എന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. സർവശ്രീ നരിപ്പറ്റ രാജു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ടി വി ബാലകൃഷ്ണൻ, ഷൈജു അന്തിക്കാട്, BA ബെന്നി, KV ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈശോയുടെ ദനഹ തിരുനാളും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടും അനുബന്ധിച്ച് മാതൃവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നേർച്ച വഴിപാട് പ്രസാദത്തിന്റെയും തിരുനാൾ പ്രദക്ഷിണത്തിനുള്ള കൊടിത്തോരണങ്ങളുടെ മിനുക്കുപണികളും നടന്നു. മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തികൾക്ക് കൈക്കാരന്മാരായ ഫ്രാൻസിസ് മുത്തിപ്പീടിക, ലോറൻസ് പൂണത്ത്, ജെയ്സൺ മുത്തിപ്പീടിക, ഷാജു കിടങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 3 മുതൽ 6 വരെയാണ് തിരുനാൾ. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പ്രദേശത്ത് നിരോധിത കീടനാശിനിയുടെ പ്രയോഗം പ്രദേശവാസികൾ തടഞ്ഞു. പ്രദേശത്തെ മാവുകളിൽ പേരോ വിവരങ്ങളോ ഇല്ലാത്ത കീടനാശിനി പ്രയോഗിക്കുന്നതാണ് തടഞ്ഞത്. വാർഡ് മെമ്പറും ഉദ്യോഗസ്ഥരും എത്തുന്നതിനു മുമ്പ് ഇവർ സ്ഥലം കാലിയാക്കിയതായി പറയുന്നു. നേരത്തെയും ഇത്തരത്തിൽ കീടനാശിനി പ്രയോഗം നടത്തുന്നത് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് തടയുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കീടനാശിനി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പ്രദേശത്ത് മാങ്ങ ലേലം ചെയ്ത വ്യക്തികൾ മാവുമേൽ നിരോധിത കീടനാശിനികൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവരുപയോഗിക്കുന്ന ഈ കീടനാശിനിയിൽ രാസവസ്തുവിൻ്റെ പേരോ ഉപയോഗിക്കുന്നതിൻ്റെ അളവുകളോ ഒന്നും വ്യക്തമല്ല. ഒരു റസ്കിൻ്റെ ഒരു ചെപ്പിലാണ് അവർ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടാണ് ഈ ലായനി ഈ മാവുമേൽ തെളിക്കുന്നത്. ഈ തെളിക്കുന്നത് മൂലം അടുത്തുള്ള കിണറുകളിലേക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്കും ഈ കീടനാശിനികൾ ചെല്ലുന്നുണ്ട്. അതുമൂലം ആളുകൾക്ക് പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ഉറുമ്പിൻ്റെ പൊടി വാങ്ങുമ്പോൾ പോലും അതിലെ കീടനാശിനിയുടെ അളവുകളും മറ്റുള്ളതും വളരെ വ്യക്തമാക്കിയിട്ട് ഗവൺമെൻറ് എഴുതിയിട്ടുണ്ട്. ഇതിലൊന്നുമില്ല. അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഇവരെ നീക്കുകയും ഇവരെ നിന്നുള്ള കീടനാശിനികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യുവാവിനെ വിളിച്ചു വരുത്തി ലോഡ്ജ് മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും മാലയും കവർന്ന സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 അംഗ സംഘത്തെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിനെ വിളിച്ചു വരുത്തി ലോഡ്ജ് മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും മാലയും കവർച്ച നടത്തിയ 3 അംഗ സംഘത്തെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി 25 വയസ്സുള്ള ഹിമ, കരയാമുട്ടം സ്വദേശി 28 വയസ്സുള്ള സ്വാതി, ചാമക്കലയിൽ താമസിക്കുന്ന 25 വയസ്സുള്ള ഷിബിൻ ഔഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 23 രാത്രി 9 മണിയോടെ നാട്ടിക ബീച്ചിൽ താമസിക്കുന്ന യുവാവിനെ തൃപ്രയാറുള്ള അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ പൂട്ടിയിട്ട് യുവാവിനെ ആക്രമിക്കുകയും പോക്കറ്റിൽ നിന്ന് 5000 രൂപയും 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണും കഴുത്തിൽ കിടന്നിരുന്ന മാലയും ബലമായി തട്ടിയെടുത്തു. അതിനുശേഷം പുറത്തുപോയ പ്രതികളെ പിന്തുടർന്ന് കവർച്ച ചെയ്ത സാധനങ്ങൾ തിരികെ വാങ്ങുന്നതിന് ചെന്ന യുവാവിനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതികളെ പിടികൂടിയത്. ഒരാളെ കൂടി പിടികൂടാനുണ്ട്. അന്വേഷണ സംഘത്തിൽ SHO MK രമേശിന്റെ നിർദ്ദേശപ്രകാരം SI എബിൻ, ASI റംല, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രബിൻ, മനോജ്, സുമി എന്നിവരും ഉണ്ടായിരുന്നു. കുന്നംകുളം ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ആർത്താറ്റ് സ്വദേശിനി നാടഞ്ചേരി വീട്ടിൽ 50 വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സിന്ധുവിന്റെ സഹോദരിയുടെ ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണനെ സംഭവ ദിവസം തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടിയിരുന്നു.
കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം സംസ്കരിക്കും. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് കൊലപാതകം നടന്നത്. പ്രതിക്ക് 7 ലക്ഷം രൂപ കടമുള്ളതായി പറയുന്നു. ഈ കടം തീർക്കുന്നതിനായി വീട്ടമ്മയുടെ സ്വർണം കവരുന്നതിനിടയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടതോടെ അയൽവാസികളായ ദമ്പതികൾ വീട്ടിലെത്തി സിന്ധുവിനെ അന്വേഷിച്ച സമയത്ത് കറുത്ത മാസ്കും ടീഷർട്ടും ധരിച്ച യുവാവ് ഉൾവശത്തെ വാതിൽ തുറക്കുകയും സിന്ധു വീട്ടിലുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇത് സഹോദരിയുടെ മകനാണെന്നാണ് ദമ്പതികൾ കരുതിയിരുന്നത്. പിന്നീട് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ ഭർത്താവ് തിരികെ വന്നു നോക്കിയപ്പോഴാണ് സിന്ധു മരിച്ചു കിടക്കുന്നത് കണ്ടത്. സംഭവത്തിൽ പ്രതി കറുത്ത ടീഷർട്ടും മാസ്കും ധരിച്ചിരുന്നെന്ന അയൽവാസികളായ ദമ്പതികൾ നൽകിയ മൊഴിയാണ് നിർണായകമായത്. 6 വളയും സ്വർണമാലയും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതക ശേഷം വീടിന്റെ പുറകിലത്തെ ഗ്രില്ല് തുറന്ന് സമീപത്തെ പാടത്തിലൂടെ ഇറങ്ങിയാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇതിനിടെ പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പാടത്ത് വലിച്ചെറിഞ്ഞതായും പറയുന്നു. സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് ഇന്ന് തെളിവെടുപ്പ് നടക്കും. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം ഇന്ന് പരിശോധിക്കും. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ഭജന മണ്ഡപം ഭൂമി പൂജയും ശിലാസ്ഥാപനവും ബുധനാഴ്ച നടക്കും. തൃത്താമരശ്ശേരി ശിവക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി ശിലാസ്ഥാപനം നിർവഹിക്കും. തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മംഗല്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ചെർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോണ പൂജ ജനുവരി 2 വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്നതാണ്. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ അല്ലെങ്കിൽ 0427234850 അഥവാ 9400741151 എന്നീ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ക്ഷേത്ര മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രതയോട് നയിക്കും. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ നാടകോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.